ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അറ്റ് വിശാഖ്സ് ഹോമാണ്. അതെ, എനിക്കങ്ങനെ ഒരു ലോങ് വീഡിയോ ഒന്നും വീട്ടിലെ കാര്യങ്ങളായിട്ട് എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ എടുക്കാൻ പറ്റാത്തതിന് മെയിൻ കാരണം കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം എനിക്ക് വയ്യായിരുന്നു. ഇപ്പം ഞാനും നോക്കിയേ വന്നപ്പോഴത്തേക്കും വിശാഖിന് മഞ്ഞപ്പത്തും പിടിച്ചുപോയി. അങ്ങനെ രാവിലെ ഞാൻ കുളിച്ചിട്ടാട്ടോ താഴേക്ക് ഇറങ്ങി വരിക. അത് കഴിഞ്ഞ് പത്രം വായിച്ചു. പത്രത്തിലെ ന്യൂസൊക്കെ ഒന്ന് മറിച്ച് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ അടുക്കളയിലൊക്കെ കയറി അമ്മയുടെ കൂടെയൊക്കെ അടുക്കളയിലൊക്കെ സഹായിച്ചതിന് ശേഷം ഞാൻ വീണ്ടും മേലേക്ക് കയറി വന്നു. എനിക്ക് അച്ഛൻ്റെ കൂടെ ഒന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് മുടി കെട്ടാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് അമ്മ പോയിട്ടോ. അമ്മയ്ക്ക് ഇന്ന് മീറ്റിംഗ് ആണ്. അമ്മ ഇങ്ങനെ ടീച്ചറാണല്ലോ, അപ്പോൾ വൈകിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. വിശാഖിന് ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തു. ഇത് വിശാഖിന് വേണ്ടി എടുത്ത് വെച്ചതാണ്, ഉപ്പിടാതെ ഉപ്പേരി ചെറുപയർ വേവിച്ച് വെച്ചതാണ്. അതിനുശേഷം എല്ലാവർക്കും ഞാൻ കൊടുത്തു കേട്ടോ, കാരണം ചെറുപയർ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വിശാഖിന് പഞ്ചസാര, ഐ മീൻ ഷുഗർ കണ്ടൻ്റുള്ള ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നേന്ത്രപ്പഴം പൊതുവേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ വാട്ടി കൊടുത്തു നോക്കുക. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഞാനിവിടെ അച്ഛനും അതുപോലെ അമ്മയ്ക്കും അതായത് ചെറിയ അനിയനും ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഞാൻ വിശാഖിനും അത് കൊടുത്തു. പക്ഷേ വിശാഖിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പൊതുവേ മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റൊന്നും അങ്ങനെ പിടിക്കില്ല. അതുപോലെ തന്നെ ഈ ഡൈജഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളത് മാത്രമേ അതിൽ ഉള്ളൂ. പരമാവധി കഴിച്ച് നോക്കുക, ചിലത് വൊമിറ്റ് ചെയ്ത് പോവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നത്ര ഇടപെട്ട് ഭക്ഷണം കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറ്റും അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ അമ്മ രാവിലെ 9:30-10 മണിയാകുമ്പോൾ അമ്മയും ഞാനും കൂടി അടുക്കളത്തെ പണിയൊക്കെ തീർക്കുന്നതാണ്. വൈകിട്ട് മീൻ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പത്തേക്കുള്ള അപ്പെടുക്കും, രാവിലത്തേക്കുള്ള പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ മീൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് അമ്മ പോയതിന് ശേഷം കേട്ടോ മീൻ കിട്ടിയത്. അതുകൊണ്ടാണ് മീൻ ഞാൻ കാണിച്ചത്. അല്ലെങ്കിൽ രാവിലെ ഈ സമയത്തൊന്നും, ഇതൊരു 11 മണി 11:30 ഉണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം. അപ്പോഴൊന്നും മീൻ ഇങ്ങനെ കാണാറില്ല. പൊതുവെ കറി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വറുക്കാനുള്ളത് വറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കേട്ടോ നമ്മൾ പഴം വാട്ടിയത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ജസ്റ്റ് പഴം നുറുക്കി നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ നമ്മുടെ പഴം വാട്ടിയതായി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാന്തളൊക്കെ ഞാൻ നന്നാക്കി വെച്ചു. മത്തി എടുത്തില്ല, മത്തി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ മാന്തൾ നമ്മൾ പുരട്ടി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഉപ്പ്, ഉലുവപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ മാന്തൽ പുരട്ടി വെച്ചു. ഇതിന് മാന്തൽ തന്നെ നമ്മുടെ ഇവിടെ മാന്തൽ എന്നാട്ടോ പറയാം, ചിലടത്ത് വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മാന്തൽ പുരട്ടി വെച്ചു. കൈയൊക്കെ കഴുകി. എനിക്ക് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരു എരിയിൽ കുറേ നേരം നിൽക്കും, കുറച്ചധികം നേരം ഇതിങ്ങനെ കയ്യിൽ മുളകും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീൻ പൊരിച്ചു കേട്ടോ. ഈ മാന്തലിൽ ഉപ്പ് കൂടുന്നൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ നേരം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ 2:18 അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലി ഇങ്ങനെ ഉണ്ടാവാറില്ല. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിയണതാണ്. പക്ഷേ എന്താ വ്ളോഗ് എടുക്കുന്ന ദിവസം ആയതുകൊണ്ടോ തോന്നുന്നു കുറേ നേരം കുറേ സമയം എടുത്തു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇതിനിടയ്ക്ക് വിശാഖിനെടുത്ത് പോകും, വെള്ളം എടുത്ത് കൊടുക്കും, മരുന്നെടുത്ത് കൊടുക്കും. അതുകൊണ്ടാട്ടോ ലാഗിങ്, അല്ലാതെ പണി ഒരുപാട് ഉണ്ടായതുകൊണ്ടല്ല. പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് മീൻ ആക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഈ സിങ്ക് കഴുകിയിടുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കിതിങ്ങനെ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ സിങ്ക് അതിൻ്റെ സ്മെല്ല് നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയിട്ടു. പിന്നെ വിശാഖിന് ചോറ് വിളമ്പിയതാട്ടോ, ചെറുപയറും ചോറും. പിന്നെ ഇത് അനിയൻ്റെ ഫോണായിരുന്നു. അവൻ ഫ്ലിപ്കാർട്ടിലെ ഓഫർ ഉണ്ടായിരുന്നല്ലോ, ഇത് ബിഗ് ബില്യൺ ഡേയ്സോ അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ അതിന് അവൻ iPhone 15 എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിശാഖും ഭക്ഷണം കഴിക്കാനിരുന്നു. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെ പറഞ്ഞു. പൊതുവേ ഈ ഞാൻ വിഭവസമൃദ്ധമായിട്ടും പുള്ളി ഈ ചോറും ഉപ്പേരും കഴിക്കുന്നതിൻ്റെ പരാതിയൊക്കെ പറയുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഇതിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് ചോറുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ സോയാബീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. ഇങ്ങനെ ചോറുണ്ണുമ്പോഴൊക്കെ വെള്ളം പരമാവധി കുടിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കണക്കാണ്. അങ്ങനെ ചീത്ത പറഞ്ഞ് പിന്നാലെ നടക്കണം വെള്ളം കുടിക്കണമെങ്കിൽ. പിന്നെ എന്തോ എന്നെ പറഞ്ഞ് കളിയാക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെ കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് അമ്മ ഇല്ലയെന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ലേറ്റായി. അതേ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്തിട്ടു. അടുക്കള ക്ലീൻ ചെയ്ത് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ വൈകിട്ട് ഈ പറഞ്ഞ ഈ മധുരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ചായ കുടിക്കുന്ന സമയത്ത് എന്നോട് അട ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അട ഉണ്ടാക്കാൻ ഇവിടെ അടുത്ത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ പരിചയം ഒന്നും ആയിട്ടില്ല. അപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് ഇല പൊട്ടിക്കാൻ ഇവിടെ നീ കണ്ടതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ നിറച്ചുള്ള കൊഴുക്കട്ടല്ലേ അതുണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനാക്കി. അതിലേക്ക് നമ്മൾ സാധാ ശർക്കര പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഇപ്പോൾ ഇങ്ങനെ മഞ്ഞപ്പിത്തായതുകൊണ്ട് പച്ചവെള്ളം ഉപയോഗിക്കില്ല, ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ തേങ്ങയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്. പിന്നെ ഈ ലേറ്ററിൻ്റെ കളർ നല്ല ഭംഗിയില്ലേ, നല്ല പാരറ്റ് ഗ്രീൻ ലേറ്റർ, എനിക്കെല്ലാം ഇഷ്ടമായി എന്തോ. അത് എന്താ പറയുക, നമ്മുടെ ശർക്കര ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വന്നാൽ മാത്രം പോരാ, അതൊന്ന് കുറുകി വരണം. കാരണം എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു പോയി, കുറച്ച് വെള്ളം മതിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തേങ്ങയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുക. അതായത് പെട്ടെന്ന് പണി തീരും. ഇതാവുമ്പോൾ ഈ കുറുകി തേങ്ങ ഇട്ടാലും ഒന്നും കൂടി വറ്റിച്ചിട്ടൊക്കെ എടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, അതാണ് ഉണ്ടായത്. അങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. തേങ്ങ ഇട്ട് ഇളക്കിയിട്ട് അതും കുറച്ച് നേരം കൂടി ഇളക്കണമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ വറ്റിച്ചെടുത്തു ഞാൻ. വറ്റിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ സാധനം ഫില്ല് ചെയ്യുമ്പോഴേ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഔട്ടർ കോട്ടിങ്ങില്ലേ അത് മിക്സായി പോവും ശർക്കരയിൽ. അപ്പോൾ അത് കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ ഇതാട്ടോ തേങ്ങ ഞാൻ ശർക്കരയും തേങ്ങയും കൂടി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫില്ലിങ് ചെയ്തൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. രാത്രിത്തെ വീഡിയോ ആട്ടോ ഇത്. ഞാൻ വിശാഖിന് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചതാണ് ഞാൻ ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്കെന്തോ ഭക്ഷണം തീരെ പോകുന്നില്ല. ഇനി മഞ്ഞപ്പിത്തത്തിനുള്ളൊരു തുടക്കമാണോ എന്ന് എനിക്കൊരു നല്ല സംശയമുണ്ട്. കാരണം വിശാഖിനും ഇങ്ങനെയായിരുന്നു തുടക്കം, ഭക്ഷണം വേണ്ടാത്തത്, വിശപ്പില്ലാത്തത്, അതുപോലെ തന്നെ ഇതൊക്കെയായിരുന്നു തലവേദന, ഇതൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ വിശാഖിന് കഞ്ഞി കൊടുത്തിട്ട് പെട്ടെന്ന് മേലേക്ക് കയറി. കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു, നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി കുളിച്ച് എൻ്റെ സ്കിൻ കെയറും അതുപോലെ തന്നെ എൻ്റെ മരുന്നൊക്കെ എടുത്ത് കഴിച്ച് കിടക്കാമെന്നുള്ള പ്ലാനിലായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. വിശാഖിൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു നല്ല ഒരു റിംഗ് ലൈറ്റ് അടക്കമുള്ള ട്രൈപോഡ് നല്ല അടിപൊളി സാധനം മേടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആണോ കുറേ നേരം സംസാരിച്ചപ്പോഴത്തേക്കും സൗണ്ട് പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.